സിനിമയ്ക്ക് PR വേണം, എന്നാലേ ജനങ്ങൾക്ക് എത്തത്തുള്ളൂ. പക്ഷേ ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ PR വർക്ക് എന്ന് കഴിഞ്ഞാൽ അതൊരു 50 ലക്ഷം രൂപയുടെ മത്സരമല്ലേ. ആ 50 ലക്ഷം രൂപയുടെ മത്സരത്തിന് വെളിയിൽ PR സെറ്റ് ചെയ്ത് വന്നിട്ട് ഇന്നയാൾ മറ്റേ ആളിനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതൊക്കെ വെളിയിൽ വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ അങ്ങ് പറഞ്ഞാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലോ. പക്ഷെ സിനിമയ്ക്കും ഷോകൾക്കും എല്ലാം ഈ പറഞ്ഞ സിനിമയ്ക്ക് എന്തായാലും PR വർക്ക് കൂടിയേ പറ്റത്തുള്ളൂ, എന്നാലേ ജനങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ അവരിത് അറിയണം. നിങ്ങൾക്ക് ഇത്രയും കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് ഈ സിനിമകളിൽ നിന്ന് കിട്ടും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഓരോ സീസൺ കഴിയുന്തോറും ഇതിന്റെ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തെ സീസണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടുതലും പങ്കെടുക്കാൻ ഒരു അർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിത്തൗട്ട് പേയ്മെന്റ് ആണെങ്കിൽ ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്തു തരാം, അത് അയ്യോ ഞാൻ പറയാം അങ്ങനെ വേണ്ട. സ്പിരിച്വൽ പവറും ലാലേട്ടൻ പറഞ്ഞ പോലെ നല്ല സ്പിരിച്വൽ എനർജിയുടെ കളിയാണ്. അങ്ങനെ സ്പിരിച്വൽ പവറോ എനർജി ഇല്ലെങ്കിൽ പൊട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലും പിന്നെ ലൈഫ് എങ്ങനെയാവും ഏത് രീതിയിലാവും എന്നതാണ്. ഞാൻ എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ഗുണകരമായ അതിനകത്ത് ഗുണമുണ്ട് ദോഷമുണ്ട്, അതിൻ്റെ ഗുണഫലം മനസ്സിലാക്കി ഗുണപരമായി വന്നാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മുടെ കിരാതയുടെ ഇൻ്റർവ്യൂ ആണ് ഇവിടെ എത്ര പറഞ്ഞാലും തീരാത്തതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വൈൻഡപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.